ഇനി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിക്ക് സാധ്യത. പാറശാല SHO അനിൽകുമാറിനെതിരെയാണ് വകുപ്പ് തല നടപടി ഉണ്ടാവുക. കേസിൽ SHOയെ പ്രതി ചേർക്കും. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അനിൽകുമാർ നീക്കം നടത്തുന്നുണ്ട്. വിവരങ്ങൾ ശാലിനി നൽകും. ശാലിനി, എന്തായാലും ഇന്ന് ഒരു വകുപ്പ് തല നടപടി പ്രതീക്ഷിക്കാമെന്നും തോന്നുന്നു അല്ലേ? രാഖി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 7-ാം തീയതിയാണ് കിളിമാനൂരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. വയോധികനായ രാജനെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം പാറശാല SHO കൂടിയായിട്ടുള്ള അനിൽകുമാർ കടന്നു കളയുകയായിരുന്നു. ശേഷം ഈ വാഹനം പാറശാലയിലെ തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി രൂപമാറ്റമടക്കം വരുത്താനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും ഇദ്ദേഹം തെറ്റുകാരനായിരുന്നെന്നും അമിത വേഗത്തിലായിരുന്നു വാഹനം എന്നുള്ളതും കണ്ടെത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് റൂറൽ SP ദക്ഷിണ മേഖല IG-ക്ക് ഇത്തരത്തിലൊരു കത്ത് നൽകുന്നത്. ആ കത്തിൽ പറയുന്നത് ഇത്തരത്തിലാണ്: വകുപ്പ് തല നടപടി സ്വീകരിക്കണം, ഒപ്പം തന്നെ സർവീസിൽ നിന്ന് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഇന്ന് ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ വിശദമായ റിപ്പോർട്ട് ഇന്ന് ആറ്റിങ്ങൽ കോടതിയിൽ അനിൽകുമാറിനെതിരെ സമർപ്പിക്കുമെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. അലക്ഷ്യമായി അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി, ഒപ്പം തന്നെ നിർത്താതെ വാഹനം പോയി. ഒരുപക്ഷെ വാഹനം നിർത്തി രാജനെ രക്ഷിച്ചിരുന്നുവെങ്കിൽ രാജൻ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിനാണ് ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ ഈ DYSP മഞ്ജുലാൽ SHOയെ പ്രതിയാക്കിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. ഇന്ന് ആറ്റിങ്ങൽ കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ വകുപ്പ് തല നടപടിയും ഇന്ന് അനിൽകുമാറിനെതിരെ എടുക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് നടക്കുന്നത്. ഒന്ന്, സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഔദ്യോഗികമായ തീരുമാനം ഇന്ന് നിലവിൽ വരികയും അത് നടപ്പിലാക്കുകയും ചെയ്യും. കൂടാതെ തന്നെ ഇദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാനം വിട്ടിട്ടുണ്ടോ അനിൽകുമാർ എന്നുള്ളതാണ് അറിയേണ്ടത്. പാറശാല വർക്ക്ഷോപ്പിൽ ഈ വാഹനം കൊണ്ട് നൽകിയതിന് ശേഷം കുടുംബത്തോട് ചില കേസന്വേഷണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അനിൽകുമാർ ഇവിടെ നിന്ന് മാറിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഫോണോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ബന്ധപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനിടെ തന്നെ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള നടപടികൾ കൂടി അനിൽകുമാർ സ്വീകരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഒപ്പം തന്നെ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പോലീസിനെതിരെ അക്കമിട്ട് നിരത്തി വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പാറശാല SHOയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച ഉണ്ടാവുകയും ഒരു വയോധികന് ജീവൻ നഷ്ടമാവുകയും ചെയ്ത് ആ സംഭവത്തിലാണ് ഇന്ന് നിർണായകമായിട്ടുള്ള വകുപ്പ് തല നടപടികൾ SHO അനിൽകുമാറിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ വിശദമായ റിപ്പോർട്ട് ആറ്റിങ്ങൽ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു. കൂടാതെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള നടപടികൾ അനിൽകുമാറും മറുഭാഗത്ത് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. രാഖി, ശരി ശാലിനി. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ SHOക്കെതിരെ ഇന്ന് നടപടി ഉണ്ടായേക്കും എന്നുള്ളതാണ്. പാറശാല SHO അനിൽകുമാറിനെതിരെ വകുപ്പ് തല നടപടിക്കാണ് സാധ്യത. കേസിൽ SHOയെ പ്രതി ചേർക്കും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്.